അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കുറേയധികം കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ചില മത സംഘടനകളെക്കുറിച്ചൊക്കെ അവർ മതരാഷ്ട്രവാദികളാണ് എന്നുള്ളൊരു ആരോപണം കേൾക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പുതിയ ചില സംഘടനകളും അവരുടെ ആഭ്യന്തര വിവാദങ്ങൾക്കിടയിൽ ചില നേതാക്കന്മാരെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് മതരാഷ്ട്രവാദത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം എതിർ കക്ഷികളെക്കുറിച്ച് മതരാഷ്ട്രീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഇവർ വിജയിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ഒരു വിശ്വാസി, ഇസ്ലാം മതവിശ്വാസിക്ക്, മുസ്ലിമിന് മതരാഷ്ട്രവാദിയാകാൻ പറ്റുമോ? മതരാഷ്ട്രവാദി ആകേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണൊരു അടിസ്ഥാനപരമായ ചോദ്യം. അതിന് ഒരു നിലയിൽ മറുപടി പറയുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഒരിക്കലും മതരാഷ്ട്രവാദി ആകാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഉത്തരം. കാരണം മതരാഷ്ട്രം എന്നുള്ളതല്ല, മതലോകം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്കിനെയും സ്വാഭാവികമായിട്ടും മതരാഷ്ട്രവാദം എന്നുള്ള വാക്ക് പോലെ തന്നെ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനൊക്കെ പറ്റിയ പ്രയോഗം തന്നെയായിരിക്കാം അത്. പക്ഷേ അത് വിശദീകരിക്കുകയാണെങ്കിൽ, നമുക്കൊരു ചിത്രം ആലോചിക്കുകയാണെങ്കിൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത്, അതിനു മുമ്പേ തന്നെയും പല സ്വഹാബികളും പല അനുചരന്മാരും അവർ വിവിധ ദേശങ്ങളിൽ യാത്ര ചെയ്ത് അവർ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് മതലോകം കെട്ടിപ്പടുക്കാൻ തന്നെയാണ്. മതരഹിതമായിട്ടുള്ള ഒരു ലോകം വരാൻ വേണ്ടിയല്ല. മതത്തിൻ്റെ, അതായത് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, മൂല്യങ്ങൾ, നിയമങ്ങൾ പാലിച്ച് അത് പുലരുന്ന അതിൻ്റെ നന്മകൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അത്യധ്വാനം ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തൊക്കെയും ഇസ്ലാം എത്തിയിട്ടുള്ളത്. നമ്മുടെ മതവുമായി ജീവിച്ചാൽ മതി, നമ്മൾ സ്വയം നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും മറ്റ് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആദർശവുമായി ജീവിച്ചാൽ മതി എന്നുള്ള നിലപാടല്ല പ്രവാചകന്മാരോ അവരുടെ അനുയായികളോ സ്വീകരിച്ചുള്ള അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളൊക്കെ തന്നെയും അവർ വിവിധ നാടുകളിലേക്ക് യാത്ര ചെയ്തു. പ്രത്യേകിച്ച് പ്രവാചകൻ്റെ അവസാനത്തെ ആ ഹജ്ജത്തുൽ വദാഇലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്നുള്ള ആഹ്വാനം, ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ള ആഹ്വാനം സ്വീകരിച്ച് സ്വഹാബികൾ ലോകമെമ്പാടും യാത്ര ചെയ്തത് മതലോകം കെട്ടിപ്പടുക്കാൻ തന്നെയാണ്, മതരഹിത ലോകം കെട്ടിപ്പടുക്കാനല്ല. ഇതിൻ്റെ മൂല്യങ്ങൾ, ഇതിൻ്റെ ആശയങ്ങൾ, ഇതിൻ്റെ നിയമങ്ങളും ചിട്ടകളും എല്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതിലേക്ക് ആകർഷിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാവിധ നന്മകളും ജനങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മതലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരാൾ, ഞാൻ ഇന്ന രാജ്യത്താണുള്ളത്, അതുകൊണ്ട് എൻ്റെ രാജ്യത്തുള്ളവർക്ക് അത് നമ്മൾ ടാർഗറ്റ് ഏരിയ ആയിട്ട് കാണുക എന്നുള്ളതല്ല. ഒരു മിനിമം ടാർഗറ്റ് എന്നുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അഷീറത്തുൽ അഖ്റബീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, നീ നിൻ്റെ ഏറ്റവും അടുത്തവരോട് നീ മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അയൽവാസികൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ഇവരോടൊക്കെയും ഇത് പറയേണ്ടതുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമായിട്ടുള്ള ഒരു ജീവിതം മാത്രം, ഇതോടുകൂടി തീരുന്നതല്ല. ഇതിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി സ്വർഗവും നരകവുമുണ്ട്. നമ്മുടെ സൃഷ്ടാവിനെ, അവനെ മാത്രം ആരാധിച്ച്, അവന് മാത്രം കീഴ്പ്പെട്ട്, അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച്, അവനോട് മാത്രം പ്രാർത്ഥിച്ച്, ഏകദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ല എങ്കിൽ ദൈവിക കൽപ്പനകൾ ലംഘിച്ച് അതിനെക്കുറിച്ച് പരിഗണിക്കാതെ അവഗണിച്ച് ജീവിച്ച് മരിച്ചു പോയാൽ നരകം ഉണ്ടാകും, പരലോക ജീവിതം നഷ്ടത്തിലായി പോകും എന്നുള്ള സന്ദേശം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്, ഒരു സമുദായത്തിന് മാത്രമായിട്ടല്ല ഇറങ്ങിയിട്ടുള്ളൂ, മുഴുവൻ മനുഷ്യരാശിയുമോടുള്ള പ്രബോധനമാണ്. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്കിടയിൽ പറയുമ്പോൾ അത് മതരാഷ്ട്രവാദമാണെന്ന് വെച്ചാൽ മതരാഷ്ട്രവാദമല്ല, ഈ പറയുന്ന മതലോകം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരു ചുവട് തന്നെയാണ്. അത് നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും പരിധിയും സാധ്യതയും അനുസരിച്ച് നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ രാജ്യത്ത്, മുഴുവൻ ലോകത്തോട് നമ്മൾ ഈ സന്ദേശം പറയേണ്ടതുണ്ട്.
മനുഷ്യരുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, കുടുംബ ജീവിതത്തിലാവട്ടെ, സാമൂഹ്യ ജീവിതത്തിലാവട്ടെ, രാഷ്ട്ര വ്യവഹാരങ്ങളാവട്ടെ, രാഷ്ട്രാന്തരീയമായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളാവട്ടെ, ഇതിലൊക്കെയും മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറയുന്നത് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അത് എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും പാലിക്കുക എന്നുള്ളത് തന്നെയാണ് മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും മനുഷ്യർക്ക് കൂടുതൽ നന്മകൾ കൈവരിക്കുവാനും ആത്യന്തികമായി പരലോക വിജയം നേടാനും ഉള്ള ഒരേ ഒരു വഴി ദൈവിക മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ സുന്നത്തും അനുസരിച്ച് ഖുർആനും പ്രവാചകൻ്റെ മാതൃകയും സ്വീകരിക്കുവാൻ, അതിനെ പഠിക്കുവാൻ, അതിനെ പിൻപറ്റുവാൻ എല്ലാവരും തയ്യാറാവുക എന്നുള്ള ഗുണകാംക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രബോധനം തന്നെയാണ് എല്ലാ വിശ്വാസികൾക്കും ചുമതലയായിട്ടുള്ളത്. അത് കേവലം ഒരു മതരാഷ്ട്രം എന്നുള്ളതിൽ പരിമിതമാകാൻ പാടില്ല. മതരാഷ്ട്രം അല്ല, മതലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സമുദായക്കാർ മറ്റു സമുദായക്കാർക്ക് നേരെ അധിനിവേശം നടത്തി, അവരെ അടിച്ചമർത്തി, അവരുടെ അവകാശങ്ങൾ ഹനിച്ച്, അങ്ങനെ ഒരു ഫാഷിസ്റ്റ് സങ്കല്പമല്ല യഥാർത്ഥത്തിൽ. അതൊരു പ്രബോധനപരമായിട്ടുള്ള ആശയമാണ്. അതിനെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, അവകാശവുമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ ആശയക്കാരും, അത് മതരഹിതമായ ആശയങ്ങളുള്ളവരാണെങ്കിൽ അവർക്കത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. ഒരു മതരഹിതമായിട്ടുള്ള ഒരു ലിബറൽ ലോകത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് അങ്ങനെ പറയാനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ വ്യത്യസ്ത ആശയങ്ങളുള്ളവർ, ആ ആശയങ്ങൾ ലോകത്ത് വ്യാപനം ഉണ്ടാകാൻ വേണ്ടി അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികത തീർച്ചയായിട്ടും ഇസ്ലാം വിശ്വാസികൾക്കും ഉണ്ട്, അവരുടെ ചുമതലയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ കൃത്യമായി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഓരോരുത്തരും അവരവരുടെ സാധ്യതകളനുസരിച്ച് നിറവേറ്റാൻ, അതിൻ്റെ സൽഫലങ്ങൾ മനുഷ്യർക്കാകമാനം പങ്കിട്ടെടുക്കുവാൻ ഒക്കെയുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.